ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. പിന്നെ ഞങ്ങളിന്ന് ഒരു മിനി വ്ളോഗാണ് ഞാനിന്ന് ചെയ്യുന്നത്. വേറൊന്നുമല്ല, കൊച്ചുങ്ങളുടെ സ്കൂളിൽ ബുക്കൊക്കെ മേടിക്കാൻ പോകണം, പിന്നെ കുറച്ച് ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ പോണേണ്. ആളെവിടെ പോകണമെങ്കിലും ആദ്യം ഓട്ടോ നന്നായിട്ട് തേച്ച് മിനുക്കും, അതിന് ശേഷമേ ആൾ എവിടേക്കും പോകാറുള്ളൂ. അപ്പോൾ അന്നൂസ് രാവിലെ എണീറ്റിട്ടൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അവൾ പറയണത് ഉമ്മയ്ക്കൊരു ഇത്തിരി വെള്ളമെങ്കിലും എടുത്തുവിടായിരുന്നു ഉമ്മയെന്ന്. പക്ഷേ ഞാൻ അവൾക്ക് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കത് അറിയില്ലായിരുന്നു, ദോശയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദോശയൊക്കെ അവൾ വണ്ടിയിൽ നിന്ന് തന്നെ കഴിച്ചു. അപ്പോൾ ദോശ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചവൾ. അങ്ങനെ സ്കൂളിലൊക്കെ എത്തി. സ്കൂളിൽ ബുക്സൊക്കെ വാങ്ങാൻ പോകണമായിരുന്നു. അപ്പോൾ ആ സ്കൂളിലെത്തി. ഇതാണ് അന്നൂസിൻ്റെയും തുമ്പിയുടെയും സ്കൂള്. അവർ ഫാത്തിമ സ്കൂളിലാണ് പഠിക്കുന്നത്, സെൻറ്റ് മേരീസ് ഫാത്തിമ. അപ്പോൾ ലേറ്റായി എത്തിയതിന് മിസ്സ് വഴക്ക് പറയാൻ നടുക്കിരിക്കുന്നതാണ് എൻ്റെ അന്നൂസിൻ്റെ മിസ്സ്. നല്ലൊരു മിസ്സാണ് കേട്ടോ. ഇത് എൻ്റെ തുമ്പീനെ പഠിപ്പിച്ച 4th വരെ പഠിപ്പിച്ച മിസ്സാണ് പ്രീതി മിസ്സ്. ഈ മിസ്സും നല്ലൊരു മിസ്സാണ് കേട്ടോ. രണ്ടുപേരും നല്ല മിസ്സുമാരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ രണ്ടുപേരും. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങി ജങ്കാറിൽ കയറാമെന്നുള്ളൊരു പ്ലാനിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ജങ്കാറിലൊക്കെ പോകുന്നത്. പിള്ളേർക്കും അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, ജങ്കാറിൽ പോകുന്നതൊക്കെ. പിള്ളേർ ഇതുവരെ ജങ്കാറിൽ വണ്ടിയിൽ കയറിയിരുന്ന് പോകുക അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല. ഞാനാണെങ്കിലും 2 വീലറിനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്ത് പോയിട്ടൊന്നുമില്ല. അപ്പോൾ ജങ്കാർ ഇറങ്ങി ഞങ്ങൾ വൈപ്പിനിലാണ് ഇറങ്ങിയത്. വൈപ്പിനിൽ നിന്ന് നേരെ ഹൈക്കോർട്ട് വഴി പോകാനുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ ഹൈക്കോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും മിക്ക പറഞ്ഞു വോക്ക് വേ ഉണ്ട് ഇവിടെ ഹൈക്കോർട്ടിൻ്റെ ബാക്കിലായിട്ട്. അപ്പോൾ ഞാൻ ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് ഈ വോക്ക് വേയുടെ ഇതിൽ കൂടി പോയിട്ടുണ്ടെങ്കിലും ഇറങ്ങുന്നതൊക്കെ ആദ്യമായിട്ടാണ്. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് ഇത്. അടിപൊളിയാണ്. ഇവിടെ കുറച്ച് നേരമൊക്കെ വന്നിരിക്കാനും കാറ്റൊക്കെ കൊണ്ടിരിക്കാനൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ സമൃദ്ധി കൊച്ചിയിൽ ഫുഡൊക്കെ കഴിക്കാൻ പോയി. നല്ല ക്യൂ ഉണ്ടായിരുന്നു. 20 രൂപയുടെ ഫുഡൊന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ 20 രൂപയുടെ ഫുഡാണ് അന്നേരം കഴിച്ചത്. കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം അന്നത്തെ അപ്പോഴത്തെ ആ ഒരു വിശപ്പൊക്കെ അടക്കാനായിട്ടുള്ളൊരു നല്ലൊരു ഊണ്. പിന്നെ ഞങ്ങൾ പോയത് എറണാകുളം മാർക്കറ്റിലോട്ടാണ്. ഞാൻ സോപ്പും ഡിഷ് വാഷും ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഹാർപ്പിക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ വീട്ടിലോട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ പോയി. പിന്നെ ഞാൻ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തേങ്ങ വാങ്ങാറുണ്ട്. അപ്പോൾ തേങ്ങക്കൊക്കെ നല്ല വിലക്കുറവിൽ കിട്ടാറുണ്ട്. പിന്നെ ഞങ്ങൾ പോയത് ഷിപ്പ് യാർഡിലാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. ഷിപ്പ് യാർഡിൻ്റെ സൂപ്പർ മാർക്കറ്റിലാണ് പോയത്. അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വില കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഞാൻ വെള്ളയപ്പ ചട്ടിയൊക്കെ 395 രൂപയുടെ പ്രസ്റ്റീജിൻ്റെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഓഫറിലൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ മാർക്കറ്റിലൊക്കെ കയറി മീനൊക്കെ വാങ്ങിച്ചു വന്ന വഴിക്ക് നമുക്ക് പള്ളുരുത്തി വെളിയിൽ നമ്മുടെ നല്ല ടേസ്റ്റാണ് ആ ചായക്കടയിലെ സ്നാക്സും ചായയൊക്കെ കുടിക്കാനായിട്ട്. ഇവിടുത്തെ പരിപ്പ് വടയും സ്നാക്സൊക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ചെറിയൊരു കുഞ്ഞു മിനി വ്ളോഗാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം. വീഡിയോ കണ്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.